ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. തറവാട് പാർട്ട് 3. പ്രിയംവദയുടെ ഉള്ളു പിടയുകയായിരുന്നു. രേവമ്മായിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം. പണ്ട് അമ്മാവിക്ക് തന്നോട് എന്ത് സ്നേഹമായിരുന്നു. ദേവിക എത്ര പ്രാവശ്യം പരാതിപ്പെട്ടിരിക്കുന്നു. അപ്പോഴൊക്കെ രേവമ്മായി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു, നീ ശങ്കരമംഗലത്ത് വാഴേണ്ടവളാ, ഇവള് ഉണ്ണി പുടവ കൊടുത്ത് അമ്പാടിയിലേക്ക് കൊണ്ടുവരേണ്ടവളാ, വയസ്സുകാലത്ത് എനിക്ക് നാഴി വെള്ളം തരേണ്ടത് ഇവളാ. ആ അമ്മായി തന്നെയാണോ ഈ പറയുന്നത്? വീണ്ടും രേവമ്മായിയുടെ പരുഷമായ സ്വരം. പ്രിയമതേ, ഉണ്ണി പാടത്തുനിന്ന് വരാറായി. അവന് സംബന്ധാലോചന വന്നതിൻ്റെ ഇടയ്ക്ക് നീ ഇടങ്കോലിരണ്ട. അവൻ വരണേന് മുമ്പേ പൊയ്ക്കോ. അതുകൂടി കേട്ടപ്പോൾ പ്രിയംവദ ആകെ തകർന്നുപോയി. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് തുല്യം, ആട്ടി ഓടിക്കും പോലെ. എന്നിട്ടും അവൾക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ദേവിക. പ്രിയംവദ ഗോവിന്ദമാമനെ ദേവികയും ദയനീയമായി നോക്കി. ഗോവിന്ദമാമൻ ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കാൻ പണിപ്പെടുകയായിരുന്നു. ചലനശേഷി തിരിച്ചു കിട്ടിയപ്പോൾ പ്രിയംവദ ആരോടും ഒന്നും മിണ്ടാതെ ശങ്കരനെ വാരിയെടുത്തുകൊണ്ട് വേഗം നടന്നു. പിന്നെ ഓടി. ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. ആൻറ്റിയോടെന്തിനാ അമ്പാടിയമ്മ വഴക്ക് പറഞ്ഞേ? ശങ്കരൻ ചോദിച്ചു. രേവമ്മായിയെ ശങ്കരനും ലക്ഷ്മിയും അമ്പാടിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഒന്നുമില്ല ശങ്കര, നോണ, ആൻറ്റി പറയുന്നത് നോണ. ശങ്കരൻ പ്രിയംവദയുടെ തോളിലൂടെ കൈയിട്ടു. ദാ ഉണ്ണിമാമൻ വരണു. അവൻ ദൂരേക്ക് വിരൽ ചൂണ്ടി. ഉണ്ണികൃഷ്ണൻ കാണാതെ തിരിച്ചു നടന്നാലോ എന്ന് പോലും അവൾക്ക് തോന്നി. ഉണ്ണി അടുത്തെത്തി കഴിഞ്ഞിരുന്നു. ആ, പ്രിയംവദയോ? രാവിലെ എവിടെ പോയി? ഉണ്ണി ചിരിക്കാൻ ശ്രമിച്ചു. മറുപടി എന്നോണം അവളിൽ നിന്ന് തേങ്ങലിൻ്റെ ഒരു ചീള് തെറിച്ചു വീണു. എന്ത്? നീ എന്തിനാ കരയുന്നത്? പിന്നെ ഞാൻ ചിരിക്കണോ ഉണ്ണിയേട്ടാ? 3 ഏട്ടന്മാരും ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കണോ? അവൾ ചോദിച്ചു. ഉണ്ണിക്ക് നാവടഞ്ഞു പോയി. കോടതിയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും വീട് വരെങ്കിലും ഒന്ന് വരാമായിരുന്നു ഉണ്ണിയേട്ടാ. ശങ്കരമംഗലത്ത് 2 പെണ്ണുങ്ങൾ തനിച്ച് ഇന്നലെ രാത്രിയിൽ എങ്ങനെ കഴിഞ്ഞുകൂടിയെന്നെങ്കിലും ഒന്ന് തിരക്കാമായിരുന്നു. അതോ ശങ്കരമംഗലത്തെ കൊഞ്ഞനം കുത്തുന്നവരുടെ കൂടെ ഉണ്ണിയേട്ടനും ചേർന്നോ? അവളുടെ വാക്കുകൾക്ക് തീക്ഷ്ണതയേറി. പ്രിയംവദേ, ഇപ്പോൾ തോന്നിപ്പോകുന്നു ഉണ്ണിയേട്ടാ, ദേവസിക്ക് അന്ന് ഞാൻ കീഴ്പ്പെട്ടാൽ മതിയായിരുന്നു എന്ന്. എങ്കിൽ എനിക്കെൻ്റെ ഏട്ടന്മാരെ നഷ്ടമാവില്ലായിരുന്നു, ശങ്കരമംഗലം അനാഥമാവില്ലായിരുന്നു. പ്രിയംവദേ, നീ... ഉണ്ണി വാക്കുകൾക്ക് പരുതി. പക്ഷേ ഉണ്ണിയേട്ടാ, പ്രിയംവദ ശങ്കരമംഗലത്തെ പെണ്ണ, 3 ഏട്ടന്മാരുടെ തണലിൽ വളർന്നവൾ. കന്യകയായി തന്നെ മണിയറയിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ദേവസി കടന്നു പിടിച്ചപ്പോൾ പാൽപ്പായസം നിറച്ച പാത്രം വെച്ച് തല്ലിയിട്ട് ഓടിയത്. അതുകൊണ്ടാ ഹരിയേട്ടൻ കണ്ടത്. ഹരിയേട്ടൻ നട്ടലുള്ള ആണായിരുന്നത് കൊണ്ടാ പെങ്ങളെ കടന്നു പിടിച്ചവനെ കുത്തിക്കൊന്നത്. അവൾ ഒന്ന് നിർത്തിയിട്ട് ഉണ്ണിയുടെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു. കന്നുകുഴിയിലെ ദേവസി ദേവികയായിരുന്നു കടന്നു പിടിച്ചിരുന്നെങ്കിൽ ഉണ്ണിയേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ നല്ല കാര്യം ചെയ്തതിന് ദേവസിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നോ? പ്രിയംവദ തന്നെ പരിഹസിക്കുകയാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. പ്രിയംവദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ എന്തിനു പറയുന്നു? ഉണ്ണി വിക്കി വിക്കി ചോദിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ ഞാൻ പറയുന്നത്? ഉണ്ണിയേട്ടന് സംബന്ധാലോചന വന്നത് ആവശ്യമുള്ള കാര്യവും അല്ലേ? ആലോചന വന്നതല്ലേ ഉള്ളൂ, കല്യാണം നടന്നില്ലല്ലോ. ഇനി എന്തിനു വൈകിക്കുന്നു? ഞാൻ ഒരിക്കലും ഉണ്ണിയേട്ടനൊരു ശല്യമാവില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിനി ഒന്നും ആശിക്കാനില്ലല്ലോ. എൻ്റെ ഏട്ടന്മാർ പോയപ്പോൾ എല്ലാം ശൂന്യമായി, എല്ലാം. അവൾ പിന്നെ അവിടെ നിന്നില്ല. ശങ്കരൻ്റെ കൈക്ക് പിടിച്ച് നടന്നു. പ്രിയംവദ നടന്നു പോകുന്നത് നോക്കി ഉണ്ണി ഏറെ നേരം നിന്നു. അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ശങ്കരമംഗലത്തെ സ്വത്തായിരുന്നു അമ്മയുടെ നോട്ടം. ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും സഹോദരി എന്ന ലേബലും. ദേവികയെ അങ്ങോട്ട് കൊടുത്താലും പ്രിയംവദ അമ്പാടിയിലേക്ക് വന്നാലും നേട്ടം അമ്പാടിക്കാർക്ക് തന്നെയായിരുന്നു. കൊലക്കേസ് വന്നതോടെ എല്ലാം തീർന്നുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കുറുപ്പമ്മാവൻ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രിയംവദയ്ക്ക് ഇങ്ങനൊരു മുഖം കൂടിയുണ്ടെന്ന് ആദ്യം അറിയുകയാണ്. താൻ ഒരു കടുത്ത വാക്ക് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണായിരുന്നു. ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ കൂടി ഭയം തോന്നുന്നു. ഉണ്ണികൃഷ്ണൻ വീട്ടിലേക്ക് നടന്നു. പ്രിയംവദ വീട്ടിൽ ചെന്നുടനെ കിടക്കമുറിയിലേക്കാണ് പോയത്. വാതിൽ വലിച്ചടച്ച് കുറ്റിയിട്ടു. പിന്നെ അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു. അതുവരെ ഉള്ളിൽ ഒതുക്കി വെച്ച ദുഃഖം
മുഴുവൻ കണ്ണീരായി ഒഴുകി. ഉണ്ണിയോട് അങ്ങനെ പറയുമ്പോഴും അവളുടെ മനസ്സ് പിടയുകയായിരുന്നു. അടുക്കളയിലായിരുന്ന മാലതി പ്രിയംവദ വന്നതറിഞ്ഞില്ല. ശങ്കരനെ തനിച്ച് കണ്ടപ്പോൾ മാലതി അന്വേഷിച്ചു. ആൻറ്റി എവിടെ ശങ്കര? എന്നെ മുറ്റത്ത് ഡൂന്നിട്ടിച്ച് ആൻറ്റി കരഞ്ഞോണ്ട് ഒറ്റ ഓട്ടം. ശങ്കരൻ ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ആൻറ്റി കരഞ്ഞത്? വാ. അറിയില്ല. അമ്പാടിയമ്മ ആൻറ്റിയോട് വഴക്ക് പറയണ കേട്ടു. പിന്നെ ഉണ്ണി മാമനോട് ആൻറ്റിയും വഴക്ക് പറഞ്ഞു. ശങ്കരൻ അത്രയും പറഞ്ഞപ്പോൾ മാലതിക്ക് എന്തോ സംശയം തോന്നി. അവൾ വേഗം പ്രിയംവദയുടെ മുറിയിലേക്ക് ചെന്നു. മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രിയംവദേ, പ്രിയംവദേ, മാലതി വാതിലിൽ തട്ടി വിളിച്ചു. വാതിൽ തുറക്കുകയോ പ്രിയംവദയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ മാലതിക്ക് വേവലാതിയായി. പ്രിയംവദേ, കതക് തുറക്ക്, കതക് തുറക്കാൻ. മാലതി വീണ്ടും വീണ്ടും കതകിൽ തട്ടി. പ്രിയംവദ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നായിരുന്നു ഭയം. മാലതി കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. പ്രിയംവദേ, കതക് തുറക്ക്. ആൻറ്റി, ആൻറ്റി. ശങ്കരനും വാതിൽ തട്ടി. മാലതി കരഞ്ഞുകൊണ്ട് വാതിലിൽ ശക്തിയായി ഇടിച്ചു. അമ്മ കരയുന്നത് കണ്ടപ്പോൾ ശങ്കരനെ നിലവിളിച്ചു. മാലതി വാതിലിൽ മുറുകെ പിടിച്ചുകൊണ്ട് തകർന്നു, തളർന്ന് നിലത്തിരുന്നു പോയി. ഒടുവിൽ വാതിൽ തുറന്നു. മാലതി മുറിക്കകത്തേക്ക് ഓടിക്കയറി. അവളുടെ നട്ടലിലൂടെ ഒരു നടുക്കം കടന്നുപോയി. ഫാനിനടിയിൽ മേശ വലിച്ചിട്ടിരിക്കുന്നു. മേശയ്ക്ക് മുകളിൽ ഒരു സ്റ്റൂൾ. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന സാരി. മാലതിയുടെ നെഞ്ചിടിപ്പിന് വേഗതയേറി. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയംവദ ഭിത്തിയിൽ തല ചേർത്ത് വെച്ച് കരയുകയാണ്. ഇതിനായിരുന്നോ മോളെ നീ അമ്പാടിയിലേക്ക് പോയത്? മാലതി പ്രിയംവദയുടെ തോളിൽ ശക്തിയായി പിടിച്ചുകൊണ്ട് അഭിമുഖമായി നിർത്തി. പിന്നെ അവളുടെ കവളിൽ മാലതിയുടെ കൈ ശക്തിയിൽ പതിഞ്ഞു. ഒരിക്കലല്ല, പല ആവർത്തി. ഇതിനാണോ പ്രിയംവദേ നിന്നെ ഞാൻ സ്നേഹിച്ചത്, ഒരമ്മയെപ്പോലെ സ്നേഹിച്ചത്? നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ നിന്റെ ഏട്ടന്മാരോട് ഞാൻ എന്ത് സമാധാനം പറയും? മാലതി കരഞ്ഞു. ഏട്ടത്തിയമ്മേ. പ്രിയംവദയ്ക്ക് സങ്കടം ഒതുക്കാൻ കഴിഞ്ഞില്ല. അമ്പാടിയിൽ പോയിട്ട് വന്നപ്പോഴാണല്ലോ നിനക്ക് ഈ ബുദ്ധി തോന്നിയത്. അവിടെ എന്തുണ്ടായി? നിന്നോട് എന്തെങ്കിലും അവര് പറഞ്ഞോ? പ്രിയംവദ മുഖമുയർത്തിയില്ല. പ്രിയംവദേ, അങ്ങനെ നിനക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് മരിക്കണ്ട. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചു മരിക്കാം. ലക്ഷ്മി കൂടി വന്നോട്ടെ. ശങ്കരമംഗലത്ത് ആരും വേണ്ട. മാലതി സാരി തലപ്പ് കൊണ്ട് കണ്ണീര് തുടച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. പൊടുന്നനെ പ്രിയംവദ മാലതിയുടെ കയ്യിൽ പിടിച്ചു. ഏട്ടത്തിയമ്മേ. അവൾ വിങ്ങി പൊട്ടി. മാലതി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഉണ്ണിയേട്ടന് കല്യാണാലോചന വന്നിട്ടുണ്ടത്രേ. ഇനി ഞാൻ അവിടേക്ക് ചെല്ലരുതെന്ന് രേവമ്മായി. വാക്കുകൾ ഇടയ്ക്ക് മുറിഞ്ഞു. മാലതിക്ക് വിശ്വാസം വന്നില്ല. നേരാണോ പ്രിയംവദേ? അതേന്നവൾ മുഖമിളക്കി. ഇനി ഞാൻ എന്തിനാ ഏട്ടത്തിയമ്മയെ ജീവിക്കുന്നത്? ഒരു കുപ്പി പിഞ്ഞാണം പൊട്ടി വീഴുന്നത് പോലെ അവളുടെ ശബ്ദം പതറിയിരുന്നു. അത് കേട്ടപ്പോൾ കടുത്ത ദുഃഖം തോന്നിയെങ്കിലും പ്രിയംവദയെ സാന്ത്വനിപ്പിക്കാനായി മാലതി പറഞ്ഞു. നിന്റെ ഏട്ടന്മാര് ജയിലിൽ കിടക്കുന്നതിനേക്കാൾ വലുതാണോ പ്രിയംവദേ നിനക്ക് നിന്റെ ഉണ്ണി? മാലതി ഒന്ന് നിർത്തിയിട്ട് പ്രിയംവദയുടെ തോളിൽ മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയംവദേ, ശങ്കരമംഗലത്തൊരാപത്ത് വന്നപ്പോൾ ആദ്യം ഓടി വരേണ്ടത് അവരായിരുന്നു. ഈ വീട്ടിൽ നമ്മൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും ആരും വന്നില്ല. അങ്ങനെയുള്ളവരുടെ ആത്മാർത്ഥതയെ നാം വിശ്വസിക്കരുത്. ഇന്ന് അവർ കൂടുമാറി ചേക്കേറിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ഉണ്ണിയിൽ നിന്നും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ? ആ നഷ്ടം നികത്താൻ എത്ര നാൾ തപസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. ബാലേട്ടനും ജയനും ഹരിയുമൊക്കെ നാളെ തിരിച്ചു വരും. വധശിക്ഷയ്ക്കൊന്നും അല്ലല്ലോ വിധിച്ചിരിക്കുന്നത്. അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പ്രിയംവദേ. അങ്ങനെ പറഞ്ഞെങ്കിലും മാലതി രേവമ്മയെക്കുറിച്ചാണ് ആലോചിച്ചത്. എന്തൊരു സ്ത്രീയാണ്! കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് വേറൊരാലോചന വന്നാൽ കുഴപ്പമില്ലായിരുന്നു. വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ മറ്റൊരാഘാതം കൂടി. ഇത്രയും ക്രൂരയാവാൻ രേവമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? അവരൊരു സ്ത്രീയല്ലേ, നൊന്തു പ്രസവിച്ച സ്ത്രീ. പ്രിയംവദയോട് അവർക്ക് എന്ത് സ്നേഹമായിരുന്നു! മറ്റുള്ളവർ കേൾക്കെ എത്രയോ പ്രാവശ്യം അവർ പറഞ്ഞിരിക്കുന്നു, ദേവിയെ നൊന്ത് പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, പ്രിയംവദയാണ് സ്വന്തം മോളെന്നും. എല്ലാം അഭിനയമായിരുന്നിരിക്കാം. ശങ്കരമംഗലത്തിന്റെ പ്രതാപത്തിൽ പങ്കുപറ്റാനുള്ള വെറും ഒരു പ്രകടനം. മാലതിക്ക് കടുത്ത ദുഃഖം തോന്നി. പ്രിയംവദ ഒരു പൊട്ടി പെണ്ണാണ്. 3 ഏട്ടന്മാരുടെ ലാളനയിൽ കഴിഞ്ഞ ചെല്ലപ്പിള്ള. അവളെ ആരും ഒന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ദേഷ്യത്തിലൊന്ന് നോക്കിയാൽ മതി പൊട്ടിക്കരയാൻ. വല്ലപ്പോഴും
ഹരി മാത്രമേ അവളോട് ദേഷ്യപ്പെടൂ. അപ്പോഴേക്കും അവൾ കരയാനും തുടങ്ങും. അപ്പോഴേക്ക് ബാലേട്ടൻ സ്നേഹത്തോടെ ഹരിയെ ശകാരിക്കും. തന്നെ വിവാഹം കഴിച്ച ആദ്യ രാത്രിയിൽ തന്നെ ബാലേട്ടൻ ആദ്യം പറഞ്ഞതും പ്രിയംവദയെക്കുറിച്ചാണ്. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന പെണ്ണാണ്, അതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ വേണം കാണാനെന്ന്. താൻ ഈ നിമിഷം വരെ അത് പാലിച്ചു. അമ്മയുടെയും ഏട്ടത്തി അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ സ്നേഹം താൻ പ്രിയംവദയ്ക്ക് നൽകി. ഇന്നിതാ പ്രിയംവദ നെഞ്ചുരുകി സങ്കടപ്പെടുന്നു. ബാലേട്ടന്റെ ചെല്ലപ്പിള്ള കരയുന്നു. മാലതിക്ക് ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. മാലതിയുടെ കൺപീലികൾ നനഞ്ഞു കുതിർന്നു. മോളെ. ഒടുവിൽ എപ്പോഴോ മാലതിയിൽ നിന്ന് വാക്കുകൾ ചിതറി വീണു. ഉണ്ണിയോട് ഞാനൊന്ന് സംസാരിക്കാം. ഇത് നിന്റെ മാത്രം കാര്യമല്ലല്ലോ. ഉണ്ണിയുടെ തീരുമാനം ദേവികയെ കൂടി ബാധിക്കുന്നതാണല്ലോ. വേണ്ട വേണ്ട ഏട്ടത്തിയമ്മേ, പൊടുന്നനെ പ്രിയംവദ ശബ്ദിച്ചു. പിന്നെ അവൾ ഭിത്തിയിൽ ഭാരം മുഴുവൻ ചേർത്ത് വെച്ച് വിങ്ങി വിതുമ്പി പൊട്ടി. മാലതി വിസ്മയത്തോടെ പ്രിയംവദയെ നോക്കി. പ്രിയംവദ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് മാലതിക്ക് അറിയാമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഉണ്ണിയെ സ്വപ്നം കണ്ട് നടക്കുന്ന പെണ്ണാണ്. ഒരു നിമിഷം കൊണ്ട് അതൊക്കെ മായ്ച്ചു കളയാനൊക്കുമോ? മാലതി സാവധാനം അവൾക്കടുത്തെത്തി. പിന്നെ അവളുടെ ചുമലിൽ പിടിച്ചു. പ്രിയംവദ വളരെ മെല്ലെ മുഖം തിരിച്ച് ഏട്ടത്തിയമ്മയെ നോക്കി. എനിക്ക് എൻ്റെ ഏട്ടന്മാര് കഴിഞ്ഞേ മറ്റെന്തുള്ളൂ. അവർ മറയത്ത് എവിടെയോ നരകിച്ച് കഴിയുമ്പോൾ ഈ ചെല്ലപ്പിള്ളയ്ക്ക് സുഖം തേടിപ്പോകാനാവില്ല ഏട്ടത്തിയമ്മേ. ഉണ്ണിയേട്ടൻ എന്ത് തീരുമാനിച്ചോട്ടെ, വേറെ പെണ്ണുമായി ജീവിച്ചോട്ടെ. ശങ്കരമംഗലത്തെ പ്രിയംവദയ്ക്ക് ഒന്നുമില്ല, ഒന്നും. പ്രിയംവദ പിന്നെ അവിടെ നിന്നില്ല. ശക്തമായൊരു തേങ്ങലോടെ അവൾ ഓടി. പ്രിയംവദ പോകുന്നത് നോക്കി മാലതി ഏറെ നേരം നിശ്ചലം നിന്നു. പാവം പെൺകുട്ടി, അവളുടെ ദുഃഖം തനിക്ക് മനസ്സിലാവും. അന്ന് രാത്രിയിലും ആരൊക്കെയോ വഴിയിൽ നിന്നുകൊണ്ട് ആക്രോശിക്കുന്നത് കേട്ടു. ശങ്കരനും ലക്ഷ്മിയും ഭയന്നു പ്രിയംവദയെ ചുറ്റിപ്പിടിച്ചു. ആണുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് അകത്തളത്തിൽ വ്യഭിചാരം നടത്തുവാണോടി? ആരോ ഗേറ്റിൽ ശക്തിയായി പിടിച്ചുവലിച്ചുകൊണ്ട് അലറി. പ്രിയംവദ ഭയന്ന് വിറച്ചു. ഏട്ടത്തിയമ്മേ, അവരിങ്ങോട്ട് വരുവോ? എന്ത് ചെയ്യണമെന്നറിയാതെ മാലതിയും ഭയന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണമടി. വീണ്ടും ആരോടെ അലർച്ച. ഏറെ നേരം ഒച്ചയും ബഹളവും നീണ്ടു നിന്നു. ഗേറ്റ് തല്ലി തകർത്ത് അകത്ത് കടക്കുമോ എന്ന് പോലും സംശയിച്ചു. മാലതി ധൈര്യം സംഭരിക്കുകയായിരുന്നു. ഈ വീട്ടിൽ ഇനി താനാണ് എല്ലാവർക്കും ധൈര്യം പകരേണ്ടത്. താൻ കൂടി അശക്തിയായാൽ പാടില്ല. മാലതി അടുക്കളയിൽ നിന്ന് വെട്ടുകത്തി കയ്യിലെടുത്തു. പിന്നെ പൂമുഖത്തെ വാതിൽ തുറക്കാനാഞ്ഞു. ഏട്ടത്തിയമ്മേ, പ്രിയംവദ ഒരു കുതിപ്പിൽ മാലതിയെ കടന്നു പിടിച്ചു. ഏതായാലും ഇവിടെ നിന്ന് 3 പേര് ജയിലിലുണ്ടല്ലോ, ഞാൻ കൂടി പോയേക്കാം. ആരേലും ഈ മുറ്റം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തല ഞാൻ അരിയും. മാലതിയുടെ വാക്കുകൾക്ക് തീക്ഷ്ണതയുണ്ടായിരുന്നു. എൻ്റെ ഏട്ടത്തിയമ്മയും കൂടി പോയാ. പ്രിയംവദ ഭയവിഹ്വലയായി. അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി. പ്രിയംവദ മാലതിയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിച്ചു വാങ്ങി. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം ഏട്ടത്തിയമ്മേ. പ്രിയംവദ പറഞ്ഞത് ശരിയാണെന്ന് മാലതിക്കും തോന്നി. എങ്കിലും മാലതി മറുപടി ഒന്നും പറഞ്ഞില്ല. ഏറെ നേരം കഴിഞ്ഞ് ശബ്ദം നിലച്ചപ്പോൾ അവർ കിടക്കമുറിയിലെത്തി. ശങ്കരനിലും ലക്ഷ്മിയിലും അപ്പോഴും ഭയം വിട്ടുമാറിയിരുന്നില്ല. നോക്കിക്കോ, അച്ഛ വരുമ്പോ പറയണം, അച്ഛ എല്ലാവർക്കിട്ടും അടി കൊടുക്കും. ശങ്കരൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട ശങ്കര, അച്ഛ ഒന്നും ചെയ്യില്ല. ഹരിച്ചിറ്റപ്പയോട് പറഞ്ഞാൽ മതി. ഹരിച്ചിറ്റപ്പ നല്ല ഇടി കൊടുക്കും, ലക്ഷ്മി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മിയെ സ്കൂൾ ബസ് കയറ്റി വിട്ട ശേഷം മാലതി കുളിച്ച് വേഷം മാറി. ഏട്ടത്തിയമ്മ എവിടെ പോകുന്നു? പ്രിയംവദ ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വേഗം വരാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ മാലതി നടന്നു. ഗേറ്റ് കടന്ന് വഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ മാലതി ഒരു നിമിഷം നിശ്ചലയായി. തനിക്ക് മുന്നിലേക്ക് പാഞ്ഞു വരുന്ന പോലീസ് ജീപ്പ്. മാലതി അമ്പരപ്പിൽ നോക്കി നിൽക്കെ പോലീസ് ജീപ്പ് മുന്നിൽ വന്നു നിന്നു. SIയും 2-3 പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി. ഡോക്ടർ ബാലശങ്കറിന്റെ ഭാര്യ നിങ്ങളല്ലേ? ബാലശങ്കറിന്റെ ഭാര്യയാണെന്നറിഞ്ഞിട്ടും SI ചോദിച്ചു. മാലതി ഭയപ്പാടോടെ ഒന്നു മൂളി. നിങ്ങളുടെ പേരിൽ ഒരു പരാതിയുണ്ട്, വരൂ. അത്രയും പറഞ്ഞിട്ട് SI മുറ്റവും കടന്നു നടന്നു. മാലതി ഒരു നടുക്കത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാ, നടക്ക്. ഏതോ ഒരു പോലീസുകാരൻ പറഞ്ഞു. വ്യഭിചാരം നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയൽപ്പക്കത്തുള്ളവരെ കൂടി ഒന്ന് മൈൻഡ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഈ പരാതിയൊന്നും വരില്ലായിരുന്നല്ലോ. വേറൊരു പോലീസുകാരൻ്റെ ഉപദേശം. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു മാലതി. തോക്കുപോലെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്, ഏമാൻ വിളിക്കുന്നു.
പോലീസുകാരും മുറ്റത്തേക്ക് നടന്നു. മാലതി യാന്ത്രികമായ എന്നോണം അവർക്ക് പിന്നാലെ നടന്നു. എസ് ഐ മാലതിയെയും കാത്ത് തിണ്ണയിൽ നിൽക്കുകയായിരുന്നു. മാലതി തിണ്ണയിൽ ഓരം ചേർന്ന് നിന്നു. നിങ്ങളിവിടെ വേശ്യാലയം നടത്തുന്നുവെന്നാണ് പരാതി. അസമയത്തൊക്കെ ഇവിടെ പലരും വരാറുണ്ടെന്നും നാട്ടുകാർക്ക് നിങ്ങളുടെ ഈ നടപടി ശല്യമാണെന്നും. എത്ര നാളായി നിങ്ങൾ ഈ തൊഴിൽ തുടങ്ങിയിട്ട്? എസ് ഐ മാലതിയെ കണ്ണുകൾ കൊണ്ട് ആകെ ഒന്ന് ഒഴിഞ്ഞിട്ട് ചോദിച്ചു. തലയ്ക്ക് മുകളിൽ ആരോ തീ കോരിയിട്ടതുപോലെ മാലതിക്ക് തോന്നി. വേശ്യയായി തന്നെ മുദ്ര കുത്തിയിരിക്കുന്നു. സപ്തനാടികളും തളർന്നുപോയി. വീണ്ടും എസ് ഐയുടെ പരുഷസ്വരം. ഭർത്താവും അനുജന്മാരും ജയിലിലായത് നല്ല സൗകര്യമായി. വിവാഹപ്രായം എത്തിയ ഒരു പാവം പെണ്ണിനെയും കൂടി നിങ്ങൾ ഈ വൃത്തികെട്ട തൊഴിലിലേക്ക് കൊണ്ടുവന്നു അല്ലേ? സാർ, എല്ലാം കളവാണ്. ഞങ്ങൾ ഒരിക്കലും അത്തരം ജീവിതം നയിക്കുന്നവരല്ല. ആരാണ് സാർ പരാതി തന്നത്? മാലതി കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. നാട്ടുകാരെല്ലാരും ഉണ്ട്. ഇതാ വായിച്ചു നോക്ക്. പരാതി എഴുതിയ കടലാസ് എസ് ഐ മാലതിക്ക് നേരെ നീട്ടി. വിറയാർന്ന കൈകളോടെ മാലതി ആ കടലാസ് വാങ്ങി. പരാതിയിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ചെമ്പകശ്ശേരി ശ്രീധരക്കുറുപ്പും കല്ലറക്കൻ ജോർജ് കുട്ടിയുമാണ്. അതിന് താഴെ മറ്റു പലരും, എല്ലാം ശത്രുപക്ഷത്തുള്ളവർ, ശങ്കരമംഗലം ക്ഷയിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ. സ്ത്രീകളും ഒപ്പിട്ടിട്ടുണ്ട്. ഓരോ പേരിലും പരതി നടന്ന മാലതിയുടെ കണ്ണുകൾ തുറിച്ചുപോയി, നടുങ്ങിപ്പോയി. ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ അമ്പാടിയിലെ രേവമായും നെഞ്ചിടം വെങ്ങി വിതുമ്പി പൊട്ടിപ്പോകും പോലെ തോന്നി. രേവമായും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. താനും പ്രിയംവതയും വേശ്യാവൃത്തി നടത്തുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രത്തിൽ ഒപ്പിടാൻ അമ്പാടിയിലെ രേവമായി തയ്യാറായിരിക്കുന്നു. പ്രിയംവത നിങ്ങളുടെ ആരാണ്? എസ് ഐയുടെ ശബ്ദം കേട്ട് മാലതി മുഖമുയർത്തി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ സഹോദരിയാണ്. വിളിക്ക്. ഈ പരാതിയിലുള്ളത് മുഴുവൻ കള്ളമാണ് സാർ. ഒരിക്കൽ പോലും ഞങ്ങൾ ചീത്തയായി ജീവിച്ചിട്ടില്ല. ജീവിക്കുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നാൽ പോലും ഞങ്ങൾ ഈ വൃത്തികെട്ട ജീവിതം നയിക്കില്ല. മരിക്കേണ്ടി വന്നാൽ പോലും. മാലതി തേങ്ങിപ്പോയി. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും താനും പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞു നടക്കാറില്ല. നിങ്ങൾ ആ പെണ്ണിനെ വിളിക്കേ, എസ് ഐ ആജ്ഞാപിച്ചു. അവൾ പാവം കുട്ടിയാണ് സാർ. ഒന്നും താങ്ങാനുള്ള ശക്തി അവൾക്കില്ല. അവളെയെങ്കിലും വെറുതെ വിടൂ സാർ. മാലതി കെഞ്ചി. വേശ്യയുടെ വേദാന്തം ഒന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. നിങ്ങൾ ആ പെണ്ണിനെ വിളിക്കുന്നോ അതോ പിടിച്ചിറക്കി കൊണ്ടുവരണോ? പിന്നെ എസ് ഐ തിരിഞ്ഞ് പോലീസുകാരോടായി പറഞ്ഞു. എടോ, ആ പെണ്ണിനെ പിടിച്ചിറക്കി കൊണ്ടുവാ. എല്ലാം കേട്ടുകൊണ്ട് തകർന്ന മനസ്സോടെ വാതിലിന് മറവിൽ നിന്ന പ്രിയംവത പൊടുന്നനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ മിഴികളിൽ നിന്നും ബാഷ്പബിന്ദുക്കൾ അടർന്നു വീണുകൊണ്ടിരുന്നു. എസ് ഐയുടെ നോട്ടം പ്രിയംവതയിലായി. പോലീസുകാരുടെ കഴുകൻ കണ്ണുകൾ മാലതിയിൽ നിന്നും പ്രിയംവതയിലേക്ക് മാറി. പ്രിയംവത മുഖം കുനിച്ചു നിൽക്കുകയാണ്. അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എസ് ഐ 1-2 നിമിഷം നിന്നു. പിന്നെ ശബ്ദം താഴ്ത്തി ചോദിച്ചു, നിന്റെ പേരാണോ പ്രിയംവത? അവൾ അതിനും മറുപടി പറഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ, അതോ നിന്റെ നാവിറങ്ങിപ്പോയോ? എസ് ഐ അരിശപ്പെട്ടു. എന്നിട്ടും അവൾ മുഖമുയർത്തിയില്ല. നിനക്ക് കുറെ സൗന്ദര്യം കൂടിപ്പോയെന്ന് കരുതി എന്തുമാകാമെന്നാണോ? ആണുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വ്യഭിചരിക്കാൻ നടക്കുന്നു. ഇനിയും ആരെ കൊല്ലിക്കാനാണ് നിന്റെ ഭാവം? എസ് ഐ എഴുന്നേറ്റു. നാളെ 2 സ്റ്റേഷനിലേക്ക് വന്നോണം. ഇനിയും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ. എസ് ഐ മുറ്റത്തേക്കിറങ്ങി. പോലീസ് ജീപ്പ് കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും മാലതി ഏറെ നേരം ചലിക്കാനാവാതെ അവിടെ തന്നെ നിശ്ചല നിന്നു. താനും പ്രിയംവതയും സമൂഹത്തിന് മുമ്പിൽ നിർനടത്തക്കാരികളായിരിക്കുന്നു. ശരീരം വിറ്റ് ജീവിക്കുന്നവർ. മറ്റുള്ളവർ പറഞ്ഞാൽ സഹിക്കാമായിരുന്നു. രേവമ്മായി കൂടി മാലതിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരമ്മയുടെ സ്ഥാനമാണ് ശങ്കരമംഗലത്തുള്ളവർ രേവമ്മായിക്ക് നൽകിയിരുന്നത്. ഏത് നല്ല കാര്യങ്ങൾക്കൊരുങ്ങുമ്പോഴും അമ്പാടിയിൽ ചെന്ന് ഗോവിന്ദമാമനെയും രേവമ്മായിയെയും കണ്ട അനുഗ്രഹം വാങ്ങാതെ ബാലേട്ടൻ പോകാറില്ലായിരുന്നു. മറ്റുള്ളവരും അങ്ങനെ തന്നെ. എന്നിട്ടും രേവമ്മായി മറ്റുള്ളവരോടൊപ്പം നിന്ന് ശങ്കരമംഗലത്തിന് നേരെ ചെളി വാരി എറിഞ്ഞിരിക്കുന്നു. പ്രിയംവതയുടെ ഭാവിയെക്കുറിച്ചെങ്കിലും അവർ ഓർക്കേണ്ടതായിരുന്നു. ഇപ്പോൾ തീർച്ചയായി ഉണ്ണിയെ ഇനി പ്രതീക്ഷിക്കേണ്ടെന്നു. പക്ഷേ പ്രിയംവതയ്ക്ക് ഇത് സഹിക്കാനാകുമോ? ഉണ്ണിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അവളുടെ മനസ്സ് മുഴുവൻ. ശങ്കരമംഗലവും അമ്പാടിയും തമ്മിൽ തീർത്തും അകലുകയാണ്. ആ അകൽച്ചയിൽ തകർന്നു വീഴുന്നത് എത്ര പേരുടെ സ്വപ്നങ്ങളായിരിക്കും. മാലതി മെല്ലെ പ്രിയംവതയെ നോക്കി. പ്രിയംവത നിന്നിടം ശൂന്യമായിരുന്നു. മാലതി വേഗം അകത്തെ മുറിയിലേക്ക് ചെന്നു. പ്രിയംവത തലയിണയിൽ മുഖം അമർത്തി കരയുകയായിരുന്നു. കുറേ നേരം മാലതി പ്രിയംവതയെ തന്നെ നോക്കി നിന്നു.
പാവം പ്രിയംവദ. വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ വയ്യാത്ത അപവാദമാണിത്. സ്വഭാവദൂഷ്യമുള്ള ഒരു പെണ്ണിനെ ആരും വിവാഹം ചെയ്യില്ല. ഉണ്ണികൃഷ്ണൻ മറിച്ച് ചിന്തിച്ചാൽ പ്രിയംവദയെ മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതൊന്നും ആലോചിക്കാതെയാണ് രേവമ്മായി മറ്റുള്ളവരോടൊപ്പം കൂടിയത്. ദേവികയും പ്രായം തികഞ്ഞു നിൽക്കുകയാണെന്ന് അവർ ഓർക്കണമായിരുന്നു. മാലതി തിരിഞ്ഞു നടന്നു. നേരെ പോയത് അമ്പാടിയിലേക്കാണ്. മുറ്റത്ത് കിടക്കുമ്പോഴേ ചാരു കസേരയിൽ കിടക്കുന്ന ഗോവിന്ദമാമനെ കണ്ടു. മാലതിയെ കണ്ടപ്പോൾ ഗോവിന്ദമാമൻ മെല്ലെ പുഞ്ചിരിച്ചു. മാലൂട്ടിയോ, എന്താ മോളെ നീ തനിച്ച് വരേണ്ടി വന്നു. അമ്മായി എവിടെ? മാലതി ഗൗരവത്തിലായിരുന്നു. രേവ അകത്തുണ്ടെന്ന് തോന്നുന്നു. ഇരിക്കും മോളെ. ഗോവിന്ദമാമന്റെ ശാന്തമായ സ്വരം. എനിക്കുടനെ പോകണം. അമ്മാവിയെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോഴേക്കും രേവമ്മായി വാതിക്കലെത്തി. രേവമ്മായും മാലതിയും 1-2 നിമിഷം മുഖാമുഖം നോക്കി നിന്നു. പിന്നെ മാലതി ശബ്ദിച്ചു. അമ്മാവിക്ക് ഈയിടെയായി വലിയ മറവിയാണല്ലോ. എന്ത് പറ്റി? ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. രേവമ്മായിക്ക് മാലതി പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. എങ്കിലും എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. ഇത് പറയാനാണോ ഇവിടെ വരെ നീ വന്നത്? എനിക്ക് മറവിയുണ്ടെങ്കിൽ നിനക്കെന്താ? ഈർഷ്യയോടെ രേവമ്മായി ചോദിച്ചു. എനിക്ക് കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മാവി ഓർമ്മിപ്പിക്കാൻ ഇവിടെ വരെ എനിക്ക് വരേണ്ടി വന്നത്. മാലതി ഒന്ന് നിർത്തിയിട്ട് ഗോവിന്ദമാവനെ നോക്കി. പിന്നെ രേവമ്മായിൽ നോട്ടം ഉറപ്പിച്ചിട്ട് തുടർന്നു. ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് നാട്ടുകാർ പോലീസിൽ കൊടുത്ത പരാതിയിൽ അമ്മാവി ഒപ്പിട്ടതാണല്ലോ. നിങ്ങൾ പരാതി കൊടുത്തതിൽ എനിക്ക് പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ എന്റെ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫിന്റെയും പേരെന്തേ പരാതിയിൽ കൊടുക്കാതിരുന്നത്? അത് പറ്റില്ല. ഞാൻ നടത്തുന്ന വേശ്യാലയത്തിലെ ഒരു അംഗമാണ് അമ്പാടിയിലെ ഗോവിന്ദമേനോന്റെ മകൾ ദേവിക. ഞാനും പ്രിയംവദയും ദേവികയും ചേർന്നാണ് പരപുരുഷന്മാരെ സ്വീകരിക്കുന്നതും അവർക്ക് കിടപ്പറ പങ്കിടുന്നതും. മാലതിയുടെ വാക്കുകൾ കേട്ട് രേവമ്മായി തരിച്ചു നിന്നു. മാലതിയും പിന്നെ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ വിൻഡോ കർട്ടന് പിന്നിൽ ദേവികയുടെ നിഴൽ കണ്ടു. വാതിൽക്കോളോളം എത്തിയ ദേവിക മാലതിയുടെ വാക്കുകൾ കേട്ട് സ്തബ്ധയായി. മാലതി പറയുന്നത് എന്തെന്ന് വിശ്വസിക്കാനാവാതെ ഗോവിന്ദമാമനും മിടിച്ചുപോയി. കള്ളി വെളിച്ചത്തായതിൽ വിഷമിച്ചു നിൽക്കുകയായിരുന്നു രേവമ്മായി. ആരോടും ചോദിക്കാതെയാണ് പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തത്. ആരും അറിയില്ലെന്ന് ചെമ്പകശ്ശേരി ശ്രീധരക്കുറുപ്പ് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. തന്നെയുമല്ല, ശ്രീധരക്കുറുപ്പ് പറഞ്ഞപ്പോൾ ഒപ്പിടാതിരിക്കാനും കഴിഞ്ഞില്ല. മറ്റാരും അറിയാതെ മറ്റൊരു പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു. ഉണ്ണിയുടെ വിവാഹം കഴിഞ്ഞാലുടനെ ദേവികയുടെയും വിവാഹം. വരൻ ശ്രീധരക്കുറുപ്പിന്റെ മകൻ. ചെമ്പകശ്ശേരി അത്ര മോശപ്പെട്ട തറവാടല്ല. ശ്രീധരക്കുറുപ്പാണ് ആദ്യ അഭിപ്രായം ചോദിച്ചത്. തന്റെ 2ാമത്തെ മകന് ദേവികയെ ആലോചിക്കട്ടെ എന്നും. എങ്ങനെയും ജയനിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി താൻ സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ഒരു ആലോചനയുമായി നിൽക്കുമ്പോൾ കുറുപ്പ് ഒരാവശ്യം പറഞ്ഞപ്പോൾ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. രേവമ്മായി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഓർമ്മ പിശക്. നാളെ രാവിലെ അമ്മാവി തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് തിരുത്തണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്താ, രാവിലെ അമ്മാവി വരില്ലേ? മാലതി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാവിലെ വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രേവമ്മായി ചീറി. അനാവശ്യമോ? അപ്പോൾ അമ്മാവി ചെയ്തതോ? അത് അനാവശ്യമല്ലേ? എന്താ മോളെ, നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ തെളിച്ചു പറയേ. ഗോവിന്ദമാമൻ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മാമൻ അറിഞ്ഞില്ലേ? എന്താ അമ്മാവി ഗോവിന്ദമാമനോട് പറയാതിരുന്നത്? ഒന്നുമില്ലേലും ഗോവിന്ദമാമന്റെ ഉടപ്പിറന്നവളുടെ മകളും മരുമകളും വേശ്യാലയം നടത്തുന്ന കാര്യം ഇദ്ദേഹം അറിയേണ്ടതല്ലേ? മാലതി പരിഹാസത്തോടെ രേവമ്മായി ഒന്ന് നോക്കി. തറവാടിന് പേരുദോഷം കേൾപ്പിച്ചതും പോരാ, ഇനി സത്യവതി ചമയാനാണോ ഭാവം? നിന്റെയൊക്കെ വിശേഷം ആരും അറിയില്ലെന്ന് കരുതിയോ? നിന്നെ ഒന്നും കണി കാണുവരുടെ കൊല്ലൂല. ഇറങ്ങടി ഇവിടുന്ന്. എന്റെ മോളെ കൂടി ചീത്തയാക്കാനാ നിന്റെ ഭാവം? എത്രയും വേഗം മാലതി ഇറക്കി വിടാൻ വേണ്ടി രേവമ്മായി മുന്നോട്ടാഞ്ഞു. വീണ്ടും അമ്മാവിക്ക് തെറ്റുപറ്റുന്നു. വേശ്യകളെ കണി കാണാൻ കൊള്ളൂലെന്ന് ആരാ പറഞ്ഞത്? അവരെ കണി കണ്ടാൽ കഞ്ഞിക്ക് മുട്ടുവരൂല. പിന്നെ അമ്മാവിയുടെ മകളെ ഞങ്ങൾ എങ്ങനെ ചീത്തയാക്കാനാണ്? അമ്മാവിയുടെ മകളും ഞങ്ങളുടെ പാർട്ട്ണറാണ്. അസബന്ധം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെയൊക്കെ പോലെ കയറൂരി പോകുന്നവളല്ല എന്റെ മകള്. ലക്ഷണം കെട്ടവള്. പറയുന്നത് കേട്ടില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കരേവേ. മാലൂട്ടി എന്താ പറയുന്നെന്ന് ഞാനൊന്നുകൂടെ അറിയട്ടെ. ഗോവിന്ദമാമൻ മെല്ലെ തിരിഞ്ഞു മാലതിയോടായി ചോദിച്ചു. എന്താ മോളെ, ഈ കിളവനോടൊന്ന് അറിയട്ടെ, പറയ്. മാമ, ഞാനും പ്രിയംവദയും വേശ്യാലയം നടത്തുന്നെന്ന് കുറുപ്പമ്മാവനും കല്ലറയ്ക്കനുമൊക്കെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക.
ആ പരാതിയിൽ രേവമ്മായി ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വീട്ടിൽ വന്നിരുന്നു. എന്റെ ഭഗവതി, ഗോവിന്ദമാമനിൽ നിന്നും അത്രയുമേ പുറത്തു വന്നോളൂ. ആ വൃദ്ധന്റെ നേത്രങ്ങൾ നനഞ്ഞു. താൻ എന്താണ് ഈ കേൾക്കുന്നത്? തന്റെ ഉടപ്പിറന്നോളുടെ മകളെക്കുറിച്ച് ഗോവിന്ദമാമൻ ഭാര്യയെ തീക്ഷ്ണമായി നോക്കി. ആ നോട്ടത്തിലെല്ലാം അടങ്ങിയിരുന്നു. അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ദേവമ്മായി താൻ ചെയ്തത് ന്യായീകരിക്കാൻ ശ്രമിച്ചു. നാട്ടുകാരൊക്കെ പറയുന്നത് ചുമ്മാതാണെന്ന് ഞങ്ങളും വിശ്വസിക്കണോ? ശങ്കരമംഗൽ താൻതരികളില്ലാതായപ്പോ തോന്നിയാസം കാണിക്കാമെന്നോ? എന്നിട്ടിപ്പോ എനിക്കാ കുറ്റം. എനിക്കെന്റെ മോളെ നല്ല രീതിയിൽ കെട്ടിച്ചു വേണം. നിന്നോടൊക്കെ മിണ്ടിപ്പോയാൽ അവളെ കൊണ്ട് നാട്ടുകാർ ദൂഷ്യം പറയും. മേലിൽ ഈ പടിക്കൽ നീ ഒന്നും വന്നു പോകരുത്. രേവേ, ഗോവിന്ദമാമൻ ഭാര്യയുടെ നേരെ കൈ ഉയർത്തി. വയസ്സുകാലത്ത് മര്യാദക്കടങ്ങി കിടന്നോണം. നിങ്ങൾക്ക് സ്വന്തം മക്കളേക്കാൾ വലുതല്ലേ ഉടപ്പിറന്നവളുടെ മക്കള്. പക്ഷേല് എനിക്ക് എന്റെ മക്കളാ വലുത്. ദേവികയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ അത് നടത്തണം. അതിനു മുമ്പ് ഇവറ്റകളുടെ കൂടെ കൂടി ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ നിങ്ങളും കൂടി ശങ്കരമംഗലത്തേക്ക് പോയിക്കോ. രേവമായി ഗോവിന്ദമാമന്റെ നേരെ തിരിഞ്ഞു. നിസ്സഹായതയോടെ ഗോവിന്ദമാമൻ ചാരു കസേരയിലേക്ക് ചാഞ്ഞു. ആ മനസ്സുരുകുകയായിരുന്നു. തന്റെ ഉടപ്പിറന്നോളുടെ പൊന്നുമകൾ പ്രിയംവദയെ കാണുമ്പോഴൊക്കെ ലക്ഷ്മിക്കുട്ടിയാണ് ഓർമ്മ വരിക. ലക്ഷ്മിക്കുട്ടിയുടെ അതേ ചായയാണ് പ്രിയംവദയ്ക്കും. സ്വഭാവം അതുതന്നെ. ഒരമ്മയുടെ സ്നേഹം പകർന്നു കൊടുക്കേണ്ട രേവ അപവാദം പറയുന്നവരോടൊപ്പം കൂടിയിരിക്കുന്നു. ഗോവിന്ദമാമന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ ഉറവ പൊട്ടി. പിന്നെ ധാരധാരയായി ഒഴുകി. ഉണ്ണിയുടെ കൈ പിടിച്ച് ലക്ഷ്മിക്കുട്ടിയുടെ മകൾ അമ്പാടിയിലേക്ക് കടന്നു വരുന്നത് എത്രയോ പ്രാവശ്യം താൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അതുപോലെ ദേവിക ജയന്റെ കൈ പിടിച്ച് ശങ്കരമംഗലത്തേക്ക് പോകുന്നതും. തലമുറകൾ കഴിഞ്ഞാലും ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി പണ്ടേ തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നില്ലേ? ഇനിയും നീ എന്തിനാ നിൽക്കണത്? പോകരുതോ? രേവമ്മായിയുടെ ചോദ്യം. ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല ഞാൻ. അമ്മാവി ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മാത്രം വന്നതാ. മാലതിയുടെ സ്വരം കനത്തു. അമ്മാവിക്കും ഒരു മകളുണ്ടെന്നുള്ള കാര്യം. ആ മകളും കല്യാണപ്രായമെത്തി നിൽക്കുകയാണ്. ശങ്കരമംഗലത്തെ ആണുങ്ങൾ 3. ഇന്നല്ലേ നാളെ അവരൊക്കെ ശിക്ഷ കഴിഞ്ഞു വരും. പക്ഷേല് അമ്പാടിയിൽ ആണൊരുത്തനേ ഉള്ളൂ, ഉണ്ണി. അത് മറക്കണ്ട. മാലതി പറഞ്ഞു തീർന്നതും രേവമ്മായി നീട്ടിയൊരു തുപ്പ്. ഫു, അമ്മാവി തുപ്പണ്ട. മാലതി കണ്ണിൽ നിന്ന് മറഞ്ഞതും ദേവിക അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മയ്ക്ക് നാണോ ഇല്ലായിരുന്നോ അവരെ കുറിച്ച് അനാവശ്യം പറയാൻ? ഇതിലും നല്ലത് എന്നെ കുറിച്ച് പറയുകയല്ലായിരുന്നോ? നീ എന്തോന്നാടി എന്നെ പഠിപ്പിക്കാൻ വരിക? പൊയ്ക്കോണ എന്റെ മുമ്പീന്ന്. അവർ മകളുടെ നേരെ ആക്രോശിച്ചു. അമ്മ ഇത് പറയേണ്ടത് വക്രബുദ്ധിക്കാരൻ കുറുപ്പമ്മാവനോടാ. അയാൾ ഇവിടെ കൂടെ കൂടെ വന്നപ്പോഴേ ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ദേവിക ഒന്ന് നിർത്തിയിട്ട് ദുഃഖത്തോടെ തുടർന്നു. അമ്മേ, ബാലേട്ടനും ജയേട്ടനുമൊക്കെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്. കുറുപ്പമ്മാവൻ കള്ളസാക്ഷി പറഞ്ഞതുകൊണ്ടാ പാവം അവര് ജയിലിലായത്. എന്നിട്ടും ആ കിളവന് തൃപ്തിയായില്ലേ? പാവം പ്രിയംവദയും മാലുവേട്ടത്തെയും എന്ത് തെറ്റ് ചെയ്തു? അവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ദൈവം പോലും ക്ഷമിക്കില്ലമ്മേ. എടി അസത്തെ, നീ ആരെക്കുറിച്ചാടി വേണ്ടാതീനം പറയണത്? ചെമ്പകശ്ശേരിലെ കുറുപ്പ് ചേട്ടനെ കുറിച്ചോ? അയാളുടെ മകൻ നിനക്ക് വേണ്ടി ആലോചനയുമായിട്ട് വന്നിരിക്കുകയാണെന്ന് ഓർത്തോണം. അതിന് തെരുവിൽ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങളെ നോക്കിയാ മതി. ദേവിക വെട്ടിത്തിരിഞ്ഞകത്തേക്ക് പോയി. മാലതി നേരെ പോയത് അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയുടെ ഓഫീസിലേക്കായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. മാലതിയെ കണ്ടപ്പോൾ മഹേശ്വരൻ പിള്ള പറഞ്ഞു തുടങ്ങി. കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നെങ്കിൽ ഈ മാസം കൊടുക്കണം. മിസ്സിസ് മാലതിയുടെ അഭിപ്രായം എന്താ? അപ്പീൽ കൊടുക്കണം സാർ. നാളെ തന്നെ നമുക്ക് കൊടുക്കാം. മാലതി പെട്ടെന്ന് പറഞ്ഞു. നല്ല പണച്ചെലവുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. എല്ലാം സാറ് തന്നെ ചെയ്തോളൂ. പണം എത്രയാണെങ്കിലും സാരമില്ല. പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. തെളിവുകളെല്ലാം നമുക്കെതിരായ സ്ഥിതിക്ക്. അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയെന്നോണം മാലതി ശബ്ദിച്ചു. അത് സാരമില്ല സാർ. ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അത്ര ആശ്വാസമാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബം അനാഥമാണ് സാർ. ആർക്കും എന്തക്രമവും കാട്ടാവുന്ന രീതി. ഞങ്ങൾ 2 സ്ത്രീകൾ നിസ്സഹായരാണ് സാർ. ഒരു ദിവസം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. രാത്രിയിൽ വീടിന് മുന്നിൽ വന്ന് പലരും ശല്യം ചെയ്യുന്നു. ഒരാൺതരിയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ
ആരും ഉറക്കം കെടുത്താൻ വരില്ലല്ലോ. ഓഹോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഒരു കാര്യം ചെയ്, ഒരു പെറ്റീഷൻ എഴുതി നാളെ രാവിലെ തന്നെ സ്റ്റേഷനിൽ കൊടുക്ക്. CIയെ ഞാൻ നേരിൽ കണ്ടോളാം. ഇന്ന് രാവിലെ പരാതി കൊടുക്കാൻ പോയതാണ്. പക്ഷേ അതിനു മുമ്പേ ഞങ്ങളെക്കുറിച്ചുള്ള പരാതി അവിടെ കിട്ടിക്കഴിഞ്ഞു. അതന്വേഷിക്കാൻ SIയും പോലീസുകാരും വീട്ടിൽ വന്നു. എന്ത് പരാതി? ഞങ്ങൾ വേശ്യാലയം നടത്തുന്നുവെന്ന് നാട്ടുകാർ കൊടുത്ത പരാതിയാണ്. നാളെ രാവിലെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലണമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഈ പരാതി കൊടുത്ത പലരും എന്നും ഞങ്ങളെ ശല്യം ചെയ്യുന്നവരാണ്. സഹായിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. സാറിന്റെ സഹോദരിയെ കരുതി ഈ പാവം ഞങ്ങളെ സഹായിക്കില്ലേ? മാലതിയുടെ സ്വരമിടറി, മിഴികൾ നിറഞ്ഞു. അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള എന്തോ ഗാഢമായി ആലോചിച്ചുകൊണ്ടിരുന്നു. നിശബ്ദ നിമിഷങ്ങൾ ഒട്ടനവധി കടന്നുപോയി. ഒടുവിൽ മാലതിയിൽ നിന്നും ചീളുകൾ പോലെ വാക്കുകൾ ചിതറി വീണു. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതിൽ പരാതിയില്ല. ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്. ജയിലിലാണെങ്കിലും എല്ലാം ക്ഷമിക്കുവാനും സഹിക്കുവാനും എനിക്കൊരു ഭർത്താവുണ്ട്. പക്ഷേ പ്രിയംവദയ്ക്കോ? അവൾ കൊച്ചു പെണ്ണാണ് സാർ. ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മെനഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് വേശ്യ എന്നൊരു പേര് വീണാൽ ആരെങ്കിലും അവളെ വിവാഹം ചെയ്യുമോ സാർ? അവളെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ആദർശശുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ടാവുമോ? പൊടുന്നനെ അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള മാലതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സാറും വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ തെറ്റുകാരാണെന്ന്? അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള മെല്ലെ പുഞ്ചിരിച്ചു. മിസ്സിസ് മാലതി എന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? സ്വന്തം കക്ഷി എത്ര തെറ്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ പോലും ഒരു വക്കീലിന്റെ കടമ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. മഹേശ്വരൻ പിള്ള പിന്നെ ഗൗരവം ഉൾക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കെതിരെ കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഇനിയും ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് മേലിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം. എന്താ, സമ്മതമാണോ? സാർ, മാലതി ദയനീയമായി മഹേശ്വരൻ പിള്ളയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വേശ്യകളാണോ സാർ? മാലതിയിൽ നിന്നും എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. മാലതിയുടെ കരച്ചിൽ തെല്ലൊന്നടങ്ങി. അവൾ മെല്ലെ എഴുന്നേറ്റു. ഞാൻ പോകുന്നു സാർ. അവൾ സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിൽക്കൂ. മഹേശ്വരൻ പിള്ള മാലതിക്കടുത്തെത്തി. ഈ കേസിന് എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലേ? മാലതി രൂക്ഷമായി അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയെ ഒന്ന് നോക്കി. മഹേശ്വരൻ പിള്ളയുടെ ചുണ്ടിൽ പുഞ്ചിരി ഊറി. എന്റെ സഹായം തേടാനല്ലെങ്കിൽ പിന്നെ എന്തിനിവിടെ വന്നു? സാറും ഞങ്ങൾക്കെതിരെ ഉള്ളവരോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്പം മനസാക്ഷി സാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. കറുത്ത കോട്ടിടുന്ന നിങ്ങൾക്കൊന്നും അതില്ലെന്നിപ്പോൾ മനസ്സിലായി. മാലതിയുടെ ശബ്ദം ഒരു നിമിഷം നിലച്ചു. വാക്കുകൾ മുറിഞ്ഞു. പിന്നെ ഏറെ നേരം വേണ്ടി വന്നു അവൾക്ക് സംസാരിക്കാൻ. സാറേ, എൻ്റെ ഭർത്താവ് നിരപരാധിയായിരുന്നു. ഒരെറുമ്പിനെ പോലും കൊല്ലുവാൻ കെൽപ്പില്ലാത്തവൻ. എന്നിട്ടും എൻ്റെ ഭർത്താവ് ശിക്ഷിക്കപ്പെട്ടു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? അത് തുറന്നു വെച്ചുകൊണ്ടല്ലേ നിരപരാധിയായ എൻ്റെ ഭർത്താവിനെ ശിക്ഷിച്ചത്? അതുപോലെ എന്നെയും ശിക്ഷിക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അവളുടെ വാക്കുകൾ ആ മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചു. വീണ്ടും മാലതിയുടെ ചിലമ്പിച്ച സ്വരം. ഇന്നെനിക്ക് മനസ്സിലായി, സ്ത്രീക്ക് തണലായി ഒരു പുരുഷൻ എന്നും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. സ്ത്രീ നിസ്സഹായയും നിരാലംബയമാകുന്നത് അവൾക്കുള്ള തണൽ നഷ്ടപ്പെടുമ്പോഴാണെന്ന്. സാറേ, ഇന്ന് ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമാണ് ആ കുടുംബത്തുള്ളത്. പിന്നെ 8ഉം പുട്ടും തിരിയാത്ത 2 കുട്ടികളും. ഞങ്ങളുടെ മാംസം പങ്കുവെക്കുന്നതിന് വേണ്ടി കില്ല പട്ടികളെ പോലെ കാമഭ്രാന്തന്മാർ കടിപിടി കൂടുകയാണ്. ഇവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരു തണൽമരം തേടി ഞാൻ പോകണമോ? മാലതി അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയ്ക്കെതിരെ വിരൽ ചൂണ്ടി. അവൾ കത്തി ജ്വലിക്കുകയായിരുന്നു. പറയൂ സാറേ, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമോ? അതോ എൻ്റെ ഭർത്താവ് ജയിലിൽ നിന്ന് മടങ്ങി വരുന്നവരെ താൽക്കാലികമായ ഒരു പുരുഷന് അടിമപ്പെടണോ? മാലതി, ഇത്രയും മതി, അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള പൊടുന്നനെ പറഞ്ഞു. മിസ്സിസ് മാലതി ഈ ചോദ്യം ചോദിക്കേണ്ടത് അന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരോടാണ്. അതിന് നിങ്ങൾക്ക് കഴിയും, എനിക്കറിയാം. മിസ്സിസ് മാലതി ഒന്ന് മനസ്സിലാക്കണം. ആണുങ്ങളില്ലാത്ത വീട്ടിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾ തനിച്ച് താമസിച്ചാൽ നമ്മുടെ സമൂഹം എന്നും അവരിൽ കുറ്റം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തവരോടൊപ്പം
ഒരു രാത്രിയെങ്കിലും അന്തി ഉറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ അവർ ശബ്ദിക്കില്ലായിരുന്നു. പരസ്ത്രീ ബന്ധത്തിൽ സുഖം കണ്ടെത്തുന്നവരായിരിക്കും പലപ്പോഴും സദാചാര മൂല്യങ്ങളെക്കുറിച്ച് വാദിക്കുന്നത്. ഇക്കൂട്ടർ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ വഴിവഴിച്ചു പോയാൽ സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേശ്യകളാണെന്ന് സമ്മതിക്കണമെന്ന്. മാലതി അഡ്വക്കേറ്റിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്കൊന്നും മനസ്സിലായില്ല. അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള വീണ്ടും പറഞ്ഞു തുടങ്ങി. നിങ്ങൾ സ്വയം കുറ്റമേറ്റെടുത്താൽ മാത്രമേ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തവരുടെ നാവ് ഒടിക്കാൻ പറ്റൂ. മിസ്സിസ് മാലതി ഒന്നു മാത്രം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ നടത്തുന്ന വേശ്യാലയത്തിൽ ചെമ്പകശ്ശേരി കുറുപ്പിന്റെ മകളും കല്ലറയ്ക്കൽ ജോർജ് കുട്ടിയുടെ ഭാര്യയുമൊക്കെ അന്തേവാസികളാണെന്നു. മാലതി നിശബ്ദം നിശ്ചലം നിന്നു. എന്താ മിസ്സിസ് മാലതിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? മാലതി ആ ചോദ്യം കേട്ടെങ്കിലും മറുപടി പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. മിസ്സിസ് മാലതി, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. നിങ്ങൾക്കെതിരെ എറിഞ്ഞ അതേ നാണയം തന്നെ തിരിച്ചെറിയണം. മേലിൽ നിങ്ങൾക്കെതിരെ സ്വഭാവഹത്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നാളെ രാവിലെ ഞാൻ സ്റ്റേഷനിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. ആലോചിച്ചതിന് ശേഷം നാളെ രാവിലെ നിങ്ങൾ സ്റ്റേഷനിൽ വന്നാൽ മതി, അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ള പറഞ്ഞു. എങ്കിൽ മിസ്സിസ് മാലതി പൊയ്ക്കോളൂ, എനിക്ക് അല്പം തിരക്കുണ്ട്. മാലതി സാവധാനം വക്കീൽ ഓഫീസിൽ നിന്നിറങ്ങി. വീട്ടിലെത്തിയിട്ടും മാലതിയുടെ മനസ്സിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞ വാക്കുകൾ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് പറയേണ്ടത്? രേവമ്മായിയോട് പറഞ്ഞതുപോലെ ചെമ്പകശ്ശേരി ശ്രീധരക്കുറുപ്പിനെയും കല്ലറയ്ക്കൽ ജോർജ് കുട്ടിയെയും ചൂണ്ടി അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളും വേശ്യകളാണെന്ന് പറയണമോ? മാലതിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. പ്രിയംവദ എഴുന്നേറ്റിരുന്നില്ല. പാവം, അവൾ എപ്പോഴോ തളർന്നുറങ്ങിക്കാണും. ശങ്കരനും അവളോടൊപ്പം കിടന്നുറങ്ങുകയാണ്. മാലതി വേഗം അടുക്കളയിൽ കയറി ആഹാരമെല്ലാം ഉണ്ടാക്കി. പ്രിയംവദയെ വിളിച്ചപ്പോൾ അവൾക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു. അത് കളവാണെന്ന് മാലതിക്ക് അറിയാമായിരുന്നു. എത്രയോ ദിവസങ്ങളായി ശരിക്കൊന്ന് ആഹാരം കഴിച്ചിട്ട്. ഊണും ഉറക്കവുമില്ലാത്ത ദിവസങ്ങൾ. അന്ന് രാത്രിയിൽ ശല്യങ്ങളൊന്നുമില്ലായിരുന്നു. ആരും വീടിന് മുന്നിൽ വന്ന് ആക്രോശിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ മാലതി ഉണർന്നു. രാവിലത്തെ ജോലിയൊക്കെ വളരെ വേഗം ചെയ്തു. ലക്ഷ്മിയെ സ്കൂളിലേക്ക് അയച്ച ശേഷം മാലതി പ്രിയംവദയോടായി പറഞ്ഞു, വേഗം കുളിച്ച് റെഡിയാകുക. എവിടെ പോകാൻ ഏട്ടത്തിയമ്മേ? അവൾ ചോദിച്ചു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അയ്യോ ഏട്ടത്തിയമ്മേ, ഞാനില്ല, പ്രിയംവദ പെട്ടെന്ന് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നു. പേടിക്കൊന്നും വേണ്ട, അഡ്വക്കേറ്റ് പോലീസ് സ്റ്റേഷനിൽ വരും. പിന്നെ SIയുടെയും പോലീസുകാരുടെയും ചുഴിഞ്ഞുള്ള നോട്ടമായിരുന്നു അവളുടെ മനസ്സിൽ. അറപ്പുളവാക്കുന്ന നോട്ടം. ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു ഗതിയെങ്കിൽ അവരുടെ താവളത്തിൽ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി? പ്രിയംവദേ, നീ വിചാരിക്കും പോലൊന്നുമല്ല. തന്നെയുമല്ല, നമ്മുടെ അഡ്വക്കേറ്റും കൂടെയുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റേഷനിൽ പോയേ പറ്റൂ. നീ ഒരുങ്ങ്. മറുപടിക്ക് കാത്തു നിൽക്കാതെ മാലതി ശങ്കരനെ കുളിപ്പിക്കാൻ പോയി. മനസ്സില്ലാ മനസ്സോടെ പ്രിയംവദയും കുളിക്കാനായി പോയി. ശങ്കരനെ കുളിപ്പിച്ചൊരുക്കി മാലതി വേഷം മാറി വന്നപ്പോഴേക്കും പ്രിയംവദയും തയ്യാറായി വന്നു. വീട് പൂട്ടി ഇറങ്ങുമ്പോഴേക്കും വഴിയിലൂടെ ചെമ്പകശ്ശേരി ശ്രീധരക്കുറുപ്പും കല്ലറയ്ക്കനുമൊക്കെ പോകുന്നത് കണ്ടു. അവരും പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് മാലതിക്ക് മനസ്സിലായി. ഇന്നുകൊണ്ട് എല്ലാവൻ്റെയും നാവടക്കണമെന്ന് മാലതി മനസ്സിൽ തീരുമാനിച്ചു. അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മുറ്റത്ത് ശ്രീധരക്കുറുപ്പും കല്ലറയ്ക്കനും മറ്റുള്ളവരും നിൽപ്പുണ്ടായിരുന്നു. മാലതിയെയും പ്രിയംവദയെയും കണ്ടപ്പോൾ അവരുടെ എല്ലാം മുഖത്ത് പരിഹാസത്തിന്റെ തെളിച്ചം കണ്ടു. പ്രിയംവദ വിറയ്ക്കാൻ തുടങ്ങി. മാലതി ധൈര്യം സംഭരിക്കുകയായിരുന്നു. അവൾ പുച്ഛത്തോടെ കുറുപ്പിനെ നോക്കി. കുറുപ്പ് ചേട്ടോ, അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ? ആരാണെന്ന് ആ ഭാവം? കല്ലറയ്ക്കൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. SIയുടെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ കാണാം ഭാവമൊക്കെ. കുറുപ്പ് അമർത്തി ചിരിച്ചു. മാലതി അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയെ നോക്കി. കുറേ നേരം കഴിഞ്ഞിട്ടും മഹേശ്വരൻ പിള്ളയെ കാണാതായപ്പോൾ അവൾക്ക് ഭീതി തോന്നി. ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ. ഒടുവിൽ മഹേശ്വരൻ പിള്ളയുടെ നിഴൽ വരാന്തയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. മാലതി ശങ്കരനെ പിടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയുടെ അടുത്തെത്തി. പിന്നാലെ വിറയ്ക്കുന്ന കാലടികളോടെ പ്രിയംവദയും. CIയോടും SIയോടും എല്ലാം ധൈര്യമായി പറഞ്ഞേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. മഹേശ്വരൻ പിള്ള മാലതിക്ക് ധൈര്യം പകർന്നു. അതാ SI ആ മുറിയിലുണ്ട്, ചെല്ല്. മാലതിയും പ്രിയംവദയും അവിടേക്ക് മെല്ലെ ചെന്നടന്നു. ആ കോന്തം വക്കീലും കൂടെ ഉണ്ടല്ലോ, കുറുപ്പ് കല്ലറയ്ക്കനോട് പറഞ്ഞു. മാലതി ഹാഫ് ഡോർ തുറന്നു മുറിക്കുള്ളിലേക്ക് കയറി. ഒപ്പം പ്രിയംവദയും.
ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന എസ് ഐ മെല്ലെ മുഖം തിരിച്ചു. മാലതിയെയും പ്രിയംവദയും കണ്ടപ്പോൾ എസ് ഐയുടെ മുഖത്ത് ഗൗരവം. എസ് ഐ കസേരയിൽ അമർന്നിരുന്നു കൊണ്ട് അമർത്തിയൊന്നു മൂളി. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ കടന്നു വന്നു. എടോ, പരാതിക്കാർ പുറത്ത് കാണും, വിളിക്കേ. പോലീസുകാരൻ പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ കുറുപ്പും കല്ലറയ്ക്കനും മുറിയിലേക്ക് കയറി വന്നു. അവർക്ക് പിന്നാലെ മറ്റുള്ളവരും. എസ് ഐ മാലതിയെയും പ്രിയംവദയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇവരൊക്കെയാണ് പരാതി തന്നിരിക്കുന്നത്. ഇവരെല്ലാം നിങ്ങളുടെ പരിസരത്ത് താമസിക്കുന്നവരല്ലേ? അതെ, മാലതി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ ഹാഫ് ഡോറിനടുത്തേക്ക് നീണ്ടു. മഹേശ്വരൻ പിള്ള മുറിയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. നിങ്ങൾക്ക് ഇനി ഈ വൃത്തികെട്ട പണി നിർത്തിക്കൂടെ? നിങ്ങൾ കാരണം ഈ പെണ്ണിനെ ആരെങ്കിലും വിവാഹം ചെയ്യുമോ? പ്രിയംവദയെ നോക്കിക്കൊണ്ടാണ് എസ് ഐ ചോദിച്ചത്. മാലതി മൗനം പൂണ്ടു നിന്നു. എന്താ ചോദിച്ചത് കേട്ടില്ലേടി? എസ് ഐ ശബ്ദമുയർത്തി. പ്രിയംവദ ഞെട്ടിപ്പോയി. ഭയവിഹ്വലതയായി മാലതി ഒരിക്കൽ കൂടി ഹാഫ് ഡോറിനടുത്തേക്ക് നോക്കി. ഹാഫ് ഡോറിനപ്പുറം അഡ്വക്കേറ്റ് മഹേശ്വരൻ പിള്ളയുടെ നിഴൽ കണ്ടു. അവൾ നിശ്വസിച്ചു. നഷ്ടപ്പെട്ട ധൈര്യം തിരിച്ചു കിട്ടി. എന്തോ നാടി, മറുപടി പറയാൻ നിനക്ക് എത്ര താമസം? അതോ വായ് പൊളിച്ചാൽ വല്ലതും താഴെ പോകുമോ? എസ് ഐ അലറുകയായിരുന്നു. ഭയന്ന് കരയാൻ തുടങ്ങിയ ശങ്കരൻ്റെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയംവദ ഞെട്ടലോടെ മുഖം തിരിച്ചു. പക്ഷേ മാലതി പതറിയില്ല. ചെമ്പകശ്ശേരി ശ്രീധരക്കുറുപ്പും കല്ലറയ്ക്കൻ ജോർജ് കുട്ടിയുമൊക്കെ വിജയഭാവത്തിൽ തലയുയർത്തി നിന്നു. മാലതി എല്ലാവരെയും മാറി മാറി നോക്കി. സാറേ, ഞാൻ ഈ പണി പെട്ടെന്ന് നിർത്തില്ല. എന്തു പറഞ്ഞു? എസ് ഐ ചാടി എഴുന്നേറ്റു. അതെ സാറേ, ഉടനെ ഞാനിത് നിർത്തിയാൽ കുറേ പെൺകുട്ടികൾ വഴിയാധാരമാകും. അവരൊക്കെ ജീവിക്കുന്നത് ഈ ജോലി കൊണ്ടാണ്. ശ്രീധരക്കുറുപ്പും കല്ലറയ്ക്കനുമൊക്കെ അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. തങ്ങളെല്ലാം ചേർന്ന് കള്ളപ്പരാതിയാണ് കൊടുത്തത്. ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. വേശ്യാവൃത്തി നടത്തുന്നുണ്ടെന്ന് മാലതി സ്വയം സമ്മതിച്ചിരിക്കുന്നു. പരാതിക്കാരുടെ കണ്ണുകൾ വികസിച്ചു. ഓഹോ, അപ്പോൾ ഇതൊരു ചെറുകിട വ്യവസായമൊന്നും അല്ല അല്ലേ? എസ് ഐ ക്രുദ്ധയായി അവളെ നോക്കി. നീയും ഇവളും മാത്രമല്ലാതെ മറ്റാരൊക്കെയാണ് കൂട്ടുകച്ചവടക്കാർ? മാലതി ശ്രീധരക്കുറുപ്പിനെയും കല്ലറയ്ക്കനെയും മാറി മാറി നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഈ നിൽക്കുന്ന ശ്രീധരക്കുറുപ്പിന്റെ മകൾ ശോഭനയും കല്ലറയ്ക്കൻ ജോർജ് കുട്ടിയുടെ ഭാര്യ അന്നമ്മയും ഈ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അമ്പാടിയിൽ രേവതി അമ്മയുടെ മകൾ ദേവികയും. തീരെ ശബ്ദം താഴ്ത്തിയാണ് മാലതി പറഞ്ഞതെങ്കിലും ശ്രീധരക്കുറുപ്പിനും കല്ലറയ്ക്കനും ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. അവരിലെ നടുക്കം മറ്റുള്ളവരിലേക്കും പടർന്നു. തറവാട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്